ലച്ച് ഭയങ്കര കൊതിയിലായി. നല്ല അടിപൊളി റൈസാണ്. ഗ്രേവി കുറെ ബാക്കി വന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇവരുടെ ഫ്രൈഡ് റൈസും പനീർ കറിയും വന്നിട്ടുണ്ട്. ഇവർക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടാ. നമ്മുടെ ദോശ വന്നിട്ടുണ്ട്, ചമ്മന്തി. ഞാൻ അങ്ങനെ ആഗ്രഹിച്ച മസാല ദോശ എന്റെ കയ്യിൽ കിട്ടിയിട്ടാ. അപ്പൊ ഇവിടെ നിന്നിട്ട് നോക്കാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അടിപൊളിയായിട്ടുണ്ട്. അല്ലെങ്കിലും ഈ കൃഷ്ണന് രാധെ നല്ല ഭംഗിയാണല്ലോ. ഓഹോ, നമ്മൾ കറക്റ്റാണ്. നമ്മളിപ്പോ ബൃന്ദാവനിലാണ് കേട്ടാ. ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കാ. ഭയങ്കര തിരക്കാ, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടാ. അങ്ങനെ നമ്മുടെ ടേണും നോക്കി നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നാവും. ഇപ്പൊ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതുവരെ മുകളിൽ ഇരുന്നിട്ടില്ല. പിന്നെ നമ്മൾ അന്ന് വന്നിട്ട് ബിരിയാണിയൊക്കെ കഴിക്കാനാണ് നമ്മൾ വന്നത്. ഇന്ന് ഞാൻ മിക്കവാറും മസാല ദോശ ആവാനാണ് ചാൻസ്. നിങ്ങളാ ചെയ്തത് വെജ് ബിരിയാണിയാണോ? ഈ സമയം ഉണ്ടാന്ന് പറഞ്ഞു. നമുക്ക് എനിക്ക് മസാല ദോശ മതി. അപ്പം എനിക്ക് 2-3 ദിവസമായി മസാല ദോശ ഞാൻ കൊതി. പറയുമ്പോ തന്നെ വായന്ന് വെള്ളം വരുന്നു. അപ്പൊ നമുക്ക് സീറ്റ് കിട്ടി. നല്ല രസം കിട്ടും ഇവിടെ ഇരിക്കാനായിട്ട്. നല്ല ആംബിയൻസ് ആണ്. അപ്പൊ നമുക്ക് കുറെ നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടാ. പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി. അപ്പൊ നമ്മളിവിടെ ഇരുന്നു. ആദ്യം ഇട്ടാണ് മുകളിൽ വന്നിരിക്കണം ഞാൻ. പിന്നെ ഈ മുകളില് ഈ ഫ്ലോറ് കാണുന്നത്. മസാല ദോശ മതിയാ? ഫ്രൈഡ് റൈസ് വേണം. ഒരു ഫ്രൈഡ് റൈസും ഒരു പനീർ ബട്ടർ. ഫ്രൈഡ് റൈസ് പനീർ മസാല, ഒരു മസാല. പനീർ ബട്ടർ മസാല അല്ല, പനീർ ബട്ടർ ഗ്രേവി. പനീർ ബട്ടർ മസാല, ഒരു ഫ്രൈഡ് റൈസ്, ഒരു മസാല. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഞാനും കൂടി പറയാം. അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് മസാല ദോശ, ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഫ്രൈഡ് റൈസും പിന്നെ എന്തെന്നാ പനീർ ബട്ടർ മസാല എന്താ പറഞ്ഞത്. ഇവര് ഷെയർ ചെയ്ത് എടുത്തോളും. അപ്പൊ നല്ല ആംബിയൻസ് ആണ് ഇരിക്കാൻ. അതുപോലെ തന്നെ ഭയങ്കര തിരക്കാണ്. പിന്നെ ബിരിയാണി ചോദിച്ചായിരുന്നു ചെയ്തത്. പക്ഷെ ബിരിയാണി ഇല്ല, ഉച്ചക്ക് മാത്രമേ ഉള്ളൂ ബിരിയാണി. ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ബിരിയാണിയാ. നമ്മൾ അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ കുട്ടികൾക്ക് പ്ലേ ഏരിയയൊക്കെ കളിക്കാനായിട്ട്. അവിടെ മാഷ ആൻഡ് ബെയർ കാർട്ടൂൺ വെച്ചേക്കാം. അപ്പൊ ഞാനൊന്ന് പോയിട്ട് കൈ വാഷ് ചെയ്തിട്ട് വരട്ടെ. നമ്മുടെ ദോശ വന്നിട്ടുണ്ട്, ചമ്മന്തി. എന്റെ ദൈവം, എന്റെ ഫുഡ് ആദ്യം വന്നോണ്ട് ഇവരങ്ങനെ എടുക്കുവനി. ഞാൻ അങ്ങനെ ആഗ്രഹിച്ച മസാല ദോശ എന്റെ കയ്യിൽ കിട്ടിയിട്ടാ. സാമ്പാറുണ്ട്, പിന്നെ 2 തരം ചമ്മന്തി ഉണ്ട്. ഞാൻ എന്തായാലും ഇവർക്കും കൂടി വന്നിട്ടേ കഴിക്കണുള്ളൂ. വെച്ച് വേണമെങ്കിൽ എടുത്തിരി. എന്റെ പൊന്നോ, എന്ത് ടേസ്റ്റ് ആണ് ചമ്മന്തിക്ക്. ഭയങ്കര ടേസ്റ്റ്. ഞാൻ ആഗ്രഹിച്ച ടേസ്റ്റ്. നമുക്ക് ഇത് നോക്കാട്ടാ. പൊളിച്ചാവല ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടം. മസാല കഴിച്ച് മസാല ഇട്ട് കഴിച്ച് നോക്കട്ടെ കേട്ടാ. മസാലയാണ് ഗ്രീൻ പീസ്. സാമ്പാർ ഈ ടേസ്റ്റ് ഉണ്ടല്ലോ.
ഇവിടെ ഇല്ല. സോഷ്യൽ കിച്ചണിലെ മസാല ദോശ വേറെ ടേസ്റ്റ്. എനിക്ക് ഇതാ ഇഷ്ടം. എന്റെ ദോശ ഇപ്പൊ തീരുമോ? ഞങ്ങളുടെ നാളെ എനിക്കിലെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഈ വെള്ള ചമ്മന്തി. നല്ല ടേസ്റ്റ്. ചെറിയാണെങ്കിൽ ഇത്തിരി കഴിച്ചോ. എങ്ങനെയുണ്ട്? ഒരുപാട് നാളായി മസാല ദോശ. സത്യം ഒരുപാട് നാളായി നമ്മുടെ ടേസ്റ്റുള്ള മസാല ദോശ കഴിച്ചിട്ട് അല്ലേ? അടിപൊളിയില്ലേ സേതുട്ടാ? ലച്ചുവിന് മസാല ദോശ ഒന്നും, എനിക്ക് ദോശ ഒന്നും വേണ്ട. മസാല ദോശ കഴിച്ചോണ്ടല്ലോ കഴിച്ചോണ്ടേയിരിക്കും. എന്ത് പറയണ കേട്ടാ? ചമ്മന്തി കഴിച്ചൊക്കെ എരിവില്ലടാ. സാമ്പാർ കഴിക്കും. അടിപൊളിട്ടാ. എന്ത് ടേസ്റ്റ് എടുത്ത ഭക്ഷണമൊക്കെ വെറുതെ അല്ലെങ്കിൽ ഇവിടെ ഇത്രയും തിരക്ക്. കാരണം താഴെ ഇനി ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടാ അവരുടെ ടേണും നോക്കിയിട്ട്. ഇപ്പൊ സേതുവിന്റെ റൈസും ഇതും വന്നിട്ടില്ല. വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കും അതിന് തരുന്നതായിരിക്കും. എടുത്തോ. ഓ അപ്പൊ ഇവരുടെ ഫ്രൈഡ് റൈസും പനീർ കറിയും വന്നിട്ടുണ്ട്. ഇവർക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടാ. ഓ ലച്ച് ഭയങ്കര കൊതിയിലായി. നല്ല അടിപൊളി റൈസാണ്. മതിയില്ലേ? സ്പൂൺ വേണോ കൊച്ചിന്? നീ കുറച്ചുണ്ട്. ഇതാ നീ പനീർക്കറി പനീറിന്റെ ഫാൻസ് ഉണ്ടല്ലേ ഈ സൈഡ്. ചാറ് വേണം. സേതു ലച്ചുവിന് ഭയങ്കര ഇഷ്ടാട്ടാ പനീര്. സേതു തന്നെ അതുപോലെ. ഗ്രേവി വേണോ? അപ്പൊ നമുക്ക് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു ഈ മസാല ദോശയും പനീറും കൂടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓ ഭയങ്കര വാസന കേട്ടോ ഇതിന്റെയൊക്കെ കറിയുടെയൊക്കെ. ആരെയും കുതിപ്പിക്കുന്ന മണം. അൺസൈക്കബിൾ. കഴിച്ചോക്കട്ടെ ഒരു പിടി. അടിപൊളി. അത് കഴിച്ചൊന്ന് നോക്കട്ടെ. അടിപൊളി. ഒന്നും പറയാനില്ല. ഒരു ചാപ്പാൻ ടേസ്റ്റിന് കഴിച്ചോണ്ടിരിക്കുക. ചെയ്തേട്ടാ എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളിയാണോ? റൈസൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ? എനിക്കിപ്പോ ഞാനിപ്പോ മസാല ദോശ ഉള്ളതുകൊണ്ട് എനിക്കിത് മതി. ഒരു പായ അങ്ങനെ എല്ലാം എടുത്തൊന്ന് വെക്കൊന്ന് കാണട്ടെ. വേണ്ട ഇന്ന് കഴിച്ചു. എന്റെ ലച്ചുവിന് നല്ല ഇഷ്ടായില്ലേ? നല്ലൊരു ഫ്ലേവർ ഉണ്ടല്ലേ ലച്ചു? പനീർ കറി ഇഷ്ടമായി കൊച്ചിന്? പനീർ കറി ഇഷ്ടപ്പെട്ടെന്ന്. അപ്പൊ എനിക്ക് എന്നെ കുറച്ച് ദോശ ബാക്കിയുണ്ട്. അത് കഴിക്കട്ടെ കേട്ടാ. എനിക്ക് വെള്ള ചമ്മന്തി ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറുതെ അല്ലേട്ടാ തിരക്ക്. നമ്മൾ എന്ത് ഫുഡ് വാങ്ങിയാലും അപാര ടേസ്റ്റാ. എനിക്കത് മതിയാവോ? ചാറ് വേണോ? ഇതാ എടുത്തോ. നല്ല ടേസ്റ്റ് കിട്ടാം.
മേടിക്കും എന്തായാലും. ഇനി ഒന്നുമില്ല, രാത്രിയല്ല, ഡിന്നറാണ്. ഡിന്നർ കഴിക്കാനാണ് കേട്ടോ. നമ്മളെ ഡിന്നർ എപ്പോഴും പൊതുവെ ഭയങ്കര ലൈറ്റ് ആയിട്ടാ കഴിക്കാറ്. അപ്പൊ അതേ ചെയ്തിട്ട് കുറച്ച് കറി ബാക്കി വന്നിട്ടുണ്ടായി, അതുകൊണ്ട് മാത്രം കേട്ടോ, അല്ലാതെ വിശപ്പുണ്ടല്ല. ബട്ടർ റൊട്ടിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. നീ കഴിച്ചോ? ആ കഴിച്ചോ, വെച്ച് കഴിക്കണോ, ടേസ്റ്റ് ചെയ്ത് നോക്ക്. എനിക്ക് ഇങ്ങനത്തെ സാധനം അത്ര ചപ്പാത്തി ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഹാപ്പെടുക്ക് അവിടെ വെക്കണ്ട, ആ ടിഷ്യൂ പേപ്പർ മാറ്റി വെക്ക്. എങ്ങനെയുണ്ട് ബട്ടർ റൊട്ടി? അടിപൊളി, നൈസാണോ? ആ സ്പൂണൊക്കെ എടുത്തില്ലോട്ട് വെറുതെ ഡോയിന്റെ ടേസ്റ്റ് ആണ്, മനസ്സിലായ? ചപ്പാത്തിയുടെ വേറെ ഫ്ലേവർ ഒന്നുമില്ല, പക്ഷെ ഇതിന്റെ ഒപ്പം മുക്കി കഴിക്കുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ഇതിന്റെ കൂടെ ആൾക്കാരുണ്ട് പറയാ, പനീർ കറിയൊക്കെ തന്നെയല്ലേ പറയാ. ഗ്രേവി കുറെ ബാക്കി വന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഞാനും എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. എനിക്ക് ഭയങ്കര മടിയാണ് ഈ ചപ്പാത്തി അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ. നാൻ ഇതൊക്കെ ഭയങ്കര മടിയാ കഴിക്കാൻ. എനിക്ക് ഇത്തിരി ചാറിട്ട മഞ്ഞ ഭയങ്കര ബട്ടറിന്റെ മണോട്ടാ, ഭയങ്കര മതി മതി മതി. അച്ഛൻ കഴിച്ചോളൂ. ലവിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ഡോവിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്, പക്ഷെ ഈ ഇത് കൂട്ടി കഴിക്കണ സൂപ്പറാ. ഭയങ്കര വയറ് ഫില്ലായി. ഇതേ നമ്മളെല്ലാം ഫിനിഷ് ആക്കിട്ടാ, കറി ഒന്നുമില്ല, എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഫുള്ള് കഴിച്ചു, കാരണം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട്. അപ്പൊ നമ്മളിനി ബില്ലൊക്കെ കൊടുത്ത് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇനി അച്ഛനും അമ്മയ്ക്കും കുറച്ച് സ്വീറ്റ്സ് എന്തെങ്കിലും മേടിക്കണം കേട്ടാ. മാറ് മാറ്. അതേ ബില്ല് കൊടുക്കണം കേട്ടോ ചെയ്തോട്ടെ. കൊറേ കണ്ട, ഇത്രയും സ്ഥലമുണ്ട്, നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഇരിക്കാനായിട്ട്. ഇവിടെ പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ, സൂപ്പറാ. അപ്പൊ ഇവിടെ നിന്നിട്ട് നോക്കാൻ നല്ല രസമുണ്ട് കേട്ടാ, കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അല്ലെങ്കിലും ഈ കൃഷ്ണന് രാധെ നല്ല ഭംഗിയാണല്ലോ. അതേ താഴെ നമ്മൾ എപ്പോഴും ഇരുന്ന് കഴിക്കാറ്. അതേ ലക്ഷ്യവും ചെയ്തതും താഴെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനിനി താഴത്തേക്ക് ചെയ്താൽ എന്തെങ്കിലും വാങ്ങാൻ നിൽക്കാണ് കേട്ടാ. അപ്പൊ നമ്മളിതേ അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടാ. ഇത് നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിന്റെ അടുത്തുള്ള ബൃന്ദാവനാണ് കേട്ടോ. അപ്പൊ നമ്മൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് കൊറേ നാളായിരുന്നു കേട്ടോ. മസാല ദോശ കൊറേ നാളായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയാട്ടാ, വണ്ടി എടുക്കണേ. അപ്പൊ നമ്മള് വന്ന ബൃന്ദാവൻ ചങ്ങമ്പുഴ പാർക്കിന്റെ അടുത്തുള്ളതാണ് കേട്ടോ. അപ്പൊ ഒരുപാട് ആളായിട്ടുണ്ടായി മസാല ദോശ കഴിക്കണം, മസാല ദോശ കഴിക്കണം. നമ്മളെപ്പോഴും സോഷ്യൽ കിച്ചൺ അവിടെ ഇവിടെയൊക്കെ മസാല ദോശ കഴിക്കാറില്ല സത്യത്തിൽ, വേറെ എവിടെ ഒന്നും ഇല്ലേ ചെയ്തേട്ടാ. സോഷ്യൽ കിച്ചൺ തുടങ്ങിയപ്പോഴാണ് 2 പ്രാവശ്യം പോയിട്ട്. നിൽക്കുകയും മൈക്കൊന്ന് കുത്തോ, മൈക്ക് ഭയങ്കര ഭാരം ഉണ്ടാവും. ഇതൊക്കെ ഊരിയൊക്കെ എപ്പോഴും ഊരിക്കളയലാണ് കേട്ടോ പണി. കുഞ്ഞു പിള്ളേരൊക്കെ അങ്ങനെ കളയൂലേ, അതുപോലെ. അഫോർഡബിൾ റേറ്റ് ആണ്, 60 രൂപയുള്ളൂ. പിന്നെ അത് എന്താണ്, ബെന്നി സ്റ്റൈലാണ്, കർണാടക. അത് ഉടുപ്പി സ്റ്റൈലാണ്, അതൊരു വെറൈറ്റി ആണ്. അതൊക്കെ കൊണ്ടാണ് കൂടുതൽ. മസാല ദോശ കഴിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ കഴിക്കാറില്ല ഞങ്ങൾ പുറത്തു പോകുമ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ ഈ സോഷ്യൽ കിച്ചൺ വന്നപ്പോഴാണ് അവിടെ നിന്ന് കഴിച്ചത്. നോക്കിലച്ചു. അപ്പൊ ഞാനൊരു കാര്യം പറയണല്ലേ, അപ്പോഴത്തേക്കും അപ്പൊ ഞാൻ 2-3 ദിവസമായി സേതുവിനോട് എനിക്ക് മസാല ദോശ കഴിക്കണം, ചെയ്തിട്ട് എനിക്ക് മസാല ദോശ. അതും സേതുവിനോട് ഞാൻ പറഞ്ഞ എനിക്ക് സോഷ്യൽ കിച്ചണില് വേണ്ട, അല്ലാതെ നമ്മുടെ ഇതായിട്ടുള്ള ടേസ്റ്റുള്ള മസാല ദോശ വേണമെന്നാണ്. അങ്ങനെ ഇന്ന് വരാൻ പറ്റി. എന്താ പറയാ, അത് കഴിച്ചപ്പോ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നമുക്ക് കിട്ടി. അത് അടിപൊളി ടേസ്റ്റ്, ഒന്നും വേസ്റ്റ് ആക്കേണ്ടി വന്നില്ല. ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ എല്ലാം അടിപൊളിയായിരുന്നു. വെജിന്റെ എല്ലാം അടിപൊളിയായിരിക്കും കേട്ടോ അവിടെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നിസ്സാരം പേരായി തരാം. ബൈ. പിന്നെ നമ്മൾ ഇവിടെ ബൃന്ദാവനിൽ ചെന്നിട്ട് വെജ് ബിരിയാണി ഒക്കെ കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ചെയ്തോട് കൊടുക്കാൻ പറയാം. ബൈ.